മന്ദാരകുന്ദകുമുദോത്പലമല്ലികാബ്ജൈ ശൃംഗാരവേഷസുരപൂജിതവന്ദിതാം ഘ്രീ മന്ദാരകുന്ദകുമുദോത്പലസുന്ദരാംഗീ മൂകാംബികേ മയി നിധേഹി കൃപാകടാക്ഷം മൂകാംബികദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ജ്ഞാനമാർഗത്തെയും മുക്തിമാർഗത്തെയും ദേവി അനുഗ്രഹിച്ച ദേവന്മാർക്കും ഹിമവാനും പറഞ്ഞു കൊടുക്കുന്ന സപ്തമസ്കന്ധത്തിലെ 34-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. ആത്മതത്വത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് ദേഹാത്മബുദ്ധി നമ്മളിൽ നിന്നും വിട്ടുപിരിയണു. അതോടുകൂടി ശോകം, മോഹം, ഭയം മുതലായവ മാറണു. നമുക്ക് ഈ ശരീരത്തെ ഒരു തേരായിട്ടും ആത്മാവിനെ ആ തേരിൻ്റെ ഉടമസ്ഥനായിട്ടും അറിയുക. ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. കഠോപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്തിലെ അവിടെ പറയുന്നതായിട്ടുള്ള ആ ശ്ലോകമാണ് ഇവിടെയും എടുത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ശരീരത്തെ ഒരു തേരായിട്ട്, ആത്മാവിനെ ആ തേരിൻ്റെ ഉടമസ്ഥനായിട്ട് അറിയുക. ബുദ്ധിയെ തേരാളിയായിട്ട്, മനസ്സിനെ കുതിരകളായിട്ട് നിയന്ത്രിക്കുന്നതിനുള്ള കടിഞ്ഞാണായിട്ടും അറിയണം. ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. രൂപം, രസം, ഗന്ധം തുടങ്ങിയതായിട്ടുള്ള വിഷയങ്ങളാണ് കുതിരകൾ. ശബ്ദ, സ്പർശ, രസ, രൂപഗന്ധങ്ങൾ, അഞ്ചശ്വങ്ങൾ. അർജുനൻ്റെ ആ ഗീതോപദേശം കൊടുക്കുന്ന സമയത്ത് കാണുന്ന തേര് നമുക്ക് ഇവിടെ ഉദാഹരണമായിട്ടെടുക്കാം. ആ തേര് എന്നുള്ളത് ഒരു നമ്മുടെ ഈ ശരീരം തന്നെയാണ്. അതിൽ ഇരിക്കുന്നതായിട്ടുള്ള ജീവാത്മാവായിട്ടുള്ള അർജുനനാണ് ജീവാത്മാവ്. അർജുനനാണ് തേരിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഈ ജീവൻ്റെ ഉടമസ്ഥൻ ഈ ജീവാത്മാവാണ്. ബുദ്ധിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാരഥിയായിട്ടിരിക്കുന്നു. കുതിരകളാണ് ശബ്ദസ്പർശ രസ രൂപഗന്ധങ്ങളായിട്ടുള്ള പഞ്ചതന്മാത്രകൾ. അതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നതായിട്ടുള്ള കാത്, ത്വക്ക്, കണ്ണ്, നാവ്, നാക്ക്, മൂക്ക്, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ഈ ജ്ഞാനേന്ദ്രിയങ്ങളാണ് കുതിരകൾ. ഈ കുതിരകൾക്ക് പോകാനുള്ള മാർഗമാണ് പാത. ഇന്ദ്രിയം, മനസ്സ്, ഇവയോടുകൂടി ആത്മാവ് തന്നെയാണ് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ജീവൻ. ഈ ഇന്ദ്രിയങ്ങളെ പിടിച്ചുകെട്ടാൻ ആർക്ക് കഴിയും? സാരഥിയായിട്ടുള്ള കൃഷ്ണന് കഴിയും. അതേമാതിരി നമുക്ക് ഈ ഇന്ദ്രിയങ്ങളെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പോകുന്ന ദിശയ്ക്ക് ഈ തേര് പോകുകയുള്ളൂ. കർമ്മഭൂമിയാണ് മുന്നിൽ കിടക്കുന്ന പാത. സുഖദുഃഖങ്ങളാണ് അതിൻ്റെ 2 ചക്രങ്ങൾ. കർമ്മഭൂമിയിൽ കൂടി കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഈ സുഖവും ദുഃഖവും എന്നുള്ളത് ജീവാത്മാവിന്. അല്ലേ? തേര് പോകുന്ന സമയത്ത്, നല്ല റോഡിൽ കൂടി നന്നായിട്ട് പോകുന്ന സമയത്ത് സുഖം കിട്ടണു. വഴിയിലൊരു കല്ലോ ഒരു കുണ്ടോ ഉണ്ടെങ്കിൽ എന്താവും? തേരൊന്ന് ആടും മുലയും ആ ചക്രം. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് ദുഃഖമുണ്ടാവും. അല്ലേ? എന്നമാതിരി കർമ്മമാർഗത്തിൽ കൂടി കർമ്മം ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത്
നമുക്ക് സുഖവും ദുഃഖവും ആ കർമ്മങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ വശത്താക്കണം, കുതിരയെ വശത്താക്കണം. ആ കുതിരയെ നമ്മളുടെ വശത്താക്കിയാൽ, ഇന്ദ്രിയങ്ങളെ വശത്താക്കിയാൽ നമ്മൾ സുഗമമായിട്ടുള്ള മാർഗത്തിൽ കൂടി പോകാൻ നമുക്ക് സാധിക്കും. കുണ്ടോ കുഴിയോ കണ്ടറിഞ്ഞ് കുതിരയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി, തിരിക്കേണ്ട സ്ഥലത്ത് തിരിച്ച് നമുക്ക് മുന്നോട്ട് കർമ്മമാർഗങ്ങളിൽ കൂടി മുന്നോട്ട് കയറാൻ സാധിക്കും. മനസ്സ് ബിയോടുകൂടിയിട്ടുള്ള ഈ ജീവാത്മാവ് തന്നെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതും അനുഭവിക്കുന്നതും. അങ്ങനെയുള്ള മനസ്സിൻ്റെ നിയന്ത്രണമില്ലാതെ വിവേകരഹിതനായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരുത്തന് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയണില്ല, പരമപദത്തിലേക്ക്, മുക്തിയിലേക്ക് എത്താൻ കഴിയുകയില്ല. അവന് ജനന മരണ രൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്നു. ഇന്ദ്രിയങ്ങളായ കുതിരകളെ ബുദ്ധി കൊണ്ട് നമ്മുടെ വശത്താക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കുതിരകൾ അതിൻ്റെ ഇഷ്ടപ്രകാരം എവിടേക്ക് വേണമെങ്കിലും ഓടും. നമ്മളും അതിൻ്റെ കൂടെ പോകാൻ ബാധ്യസ്ഥരാവും. കാരണം ആ രഥത്തിലാണല്ലോ ഇരിക്കുന്നത്. ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ നമുക്ക് പോകേണ്ടത്, ചിലപ്പോൾ അങ്ങോട്ടൊന്നും പോയിന്ന് വരില്ല. കുതിര എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ അതിനിഷ്ടമുള്ള ഭാഗങ്ങളിലേക്ക് ഓടിക്കൊണ്ടുപോകും. അതിലൂടെ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ട് ജ്ഞാനികാനിജ പാപാനി എന്ന് കറങ്ങിക്കൊണ്ടിരിക്കാം ഈ ജീവനെ എന്നല്ലാതെ കണ്ട് ലക്ഷ്യസ്ഥാനമായിട്ടുള്ള മുക്തി പ്രാപ്തമാകുന്നില്ല. ജനന മരണ രൂപമായിട്ടുള്ള ഈ സംസാരത്തിലേക്ക് വന്ന് സുഖദുഃഖങ്ങളെ വീണ്ടും അനുഭവിച്ച് കർമ്മങ്ങളെ ചെയ്ത് ഉഴറി നടക്കേണ്ടതായിട്ട് വരുന്നു. ആരാണോ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ളത്, എപ്പോഴും അതിനെ നിർമ്മലമായിട്ടുള്ള അന്ധകരണത്തോടുകൂടി ഇരിക്കുന്നത്, വിവേകമുള്ളവനായിട്ടിരിക്കുന്നത്, അവന് വീണ്ടും പുനരാവർത്തിയില്ലാത്തതായിട്ടുള്ള പരമപദമായിട്ടുള്ള മോക്ഷം കിട്ടണു. ഈ സംസാരത്തിൽ നിന്നും അവൻ മുക്തനായിട്ട് തീരണു. വിവേക ബുദ്ധിയാകുന്ന സാരഥിയോടും നിയന്ത്രണം ലഭിച്ച മനസ്സാകുന്ന കടിഞ്ഞാണോടുകൂടിയും മനുഷ്യൻ സംസാരഗതിയുടെ മറുകരയ്ക്ക്, അതായത് എൻ്റെ പദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് ദേവി പറയാണ്. ഇങ്ങനെ ശ്രവണ മനന ആദികൾ കൊണ്ട് ആത്മതത്വത്തെ ഉറപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ആത്മസ്വരൂപിണിയായിട്ടുള്ള എന്നെ ഏകാഗ്രമായ ചിത്തത്തോടു കൂടിയിട്ട് ഭജിക്കണം. സമാധിവൃത്തിക്ക് മുമ്പ് സ്വശരീരത്തിൽ ദേവീ പ്രണവം എന്നു പേരുള്ള ബീജമന്ത്രത്തിലെ 3 അക്ഷരം ഭാവന ചെയ്യണം. സമഷ്ട വൃഷ്ടിരൂപമായിട്ടുള്ള ബീജമന്ത്രാർത്ഥങ്ങളെ ധ്യാനിച്ച് ഹ്രീംകാരത്തിലെ ഹകാരമാണ് എൻ്റെ സ്ഥൂലദേഹം, രകാരമാണ് സൂക്ഷ്മദേഹം, ഈകാരമാണ് കാരണശരീരം. ഹ്രീംകാരം കൊണ്ട് പറയപ്പെടുന്നത് തുരീയം ആയിട്ടുള്ള എൻ്റെ ആ 4ാമത്തെ അവസ്ഥയാണ് എന്നവിടെ പറഞ്ഞു. എപ്രകാരമാണോ ഈ വൃഷ്ടിദേഹത്തിൽ അക്ഷരത്രയത്തെ ഭാവന ചെയ്ത് സമഷ്ടിദേഹത്തിലും ഭാവന ചെയ്യണം. അങ്ങനെ ഭാവന ചെയ്തിട്ട് സമഷ്ടി വൃഷ്ടികളെ ഒന്നായി തന്നെ ബുദ്ധിമാനായ മനുഷ്യൻ ഭാവന ചെയ്യണം. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ എന്ന് ഭാവന ചെയ്യണം എന്നർത്ഥം. അങ്ങനെ എന്നെ ധ്യാനിക്കുന്നവന് ഏകാന്തമായിരുന്ന് ധ്യാനിച്ച്
മുക്തി എന്നുള്ളതിനെ നേടാൻ കഴിയും. നിർവ്യാജമായിട്ടുള്ള ഭക്തിയോടെ നിശബ്ദമായി ഏകാന്തത്തിൽ ഇരുന്ന് സ്ഥൂലരൂപത്തെ സൂക്ഷ്മരൂപത്തിൽ ലയിപ്പിക്കണം, സ്ഥൂല ശരീരത്തെ സൂക്ഷ്മ ശരീരത്തിൽ ലയിപ്പിക്കണം, കാരണശരീരത്തെ തുരീയത്തിൽ ലയിപ്പിക്കണം. അങ്ങനെ ധ്യാനാദിവൃത്തികളിൽ കൂടി എന്നെ സാക്ഷാത്കരിക്കുന്ന മനുഷ്യൻ സാരൂപ്യത്തെ പ്രാപിച്ച് എന്നിൽ തന്നെ എത്തിച്ചേരുന്നു. എൻ്റെ പരമാത്മ രൂപത്തെ ദർശിച്ചാൽ സകല അജ്ഞാനവും ഇല്ലാതായി മോക്ഷപ്രാപ്തി